സ്കൂളിലെ ഏറ്റവും വലിയ തല്ലിപ്പൊളിയായ വിദ്യാർത്ഥി പെട്ടെന്നൊരു ദിവസം അതേ സ്കൂളിലെ പ്രിൻസിപ്പളായാൽ എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ കള്ളൻ പെട്ടെന്നൊരു ദിവസം പോലീസ് മേധാവിയായി വന്നാലോ? ഇത് കേൾക്കുമ്പോൾ ഏതോ കോമഡി സിനിമയിലെ കഥയാണെന്ന് തോന്നാം. കാരണം സ്വന്തം അച്ഛൻ്റെ പണപ്പെട്ടിയിൽ നിന്ന് വരെ മോഷ്ടിച്ച് ജയിലിൽ പോയ ഒരുത്തനെ ഏത് പോലീസുകാരനാണ് കൂടെ കൂട്ടുക? എന്നാൽ ഇങ്ങനെ ഒരാൾ ശരിക്കും ജീവിച്ചിരുന്നു. പുള്ളി വെറും ഒരു പോലീസുകാരൻ മാത്രമല്ല, ലോകത്തെ ആദ്യത്തെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കൂടിയായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വന്തം കുറ്റകൃത്യങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ലോകത്തെ ഞെട്ടിച്ച, കുറ്റവാളിയിൽ നിന്നും കുറ്റാന്വേഷകനായി മാറിയ യുജീൻ വിഡോക്കിന്റെ കിടിലൻ കഥയാണ്. ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ തന്നെ നിയോഗിക്കണമെന്ന് പറയാറുണ്ട്. കാരണം ഒരു കുറ്റവാളിയുടെ മനസ്സ് മറ്റാരെക്കാളും നന്നായി മറ്റൊരു കുറ്റവാളിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആധുനിക ക്രിമിനോളജിയുടെ പിതാവായി വാഴ്ത്തപ്പെട്ട വിഡോക്കായിരിക്കാം ഈ പ്രയോഗത്തിന് ഏറ്റവും വലിയ ഉദാഹരണം. ഫ്രാൻസിലെ ജയിലുകളിലോ അല്ലെങ്കിൽ ഒളിവിൽ കഴിഞ്ഞോ ഉള്ള ഒരു കുറ്റവാളിയുടെ ജീവിതത്തിൽ നിന്നാണ് സ്കോട്ട്ലൻഡ് യാർഡിനും പിന്നീട് വന്ന മറ്റ് പോലീസ് സേനകൾക്കും മാതൃകയായ ഒരു ദേശീയ കുറ്റാന്വേഷണ പോലീസ് സേനയെ സ്ഥാപിക്കുന്നതിലേക്ക് അദ്ദേഹം എത്തിയത്. ബാലിസ്റ്റിക്സ്, കാൽപ്പാടുകളുടെ അച്ചെടുക്കൽ തുടങ്ങിയ ആദ്യകാല ഫോറൻസിക് സാങ്കേതിക വിദ്യകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം സ്വന്തമായ ഒരു ഏജൻസി ആരംഭിക്കുകയും ലോകത്തെ ആദ്യത്തെ സ്വകാര്യ കുറ്റാന്വേഷകനായി മാറുകയും ചെയ്തു. ഡിറ്റക്റ്റീവുകളെ കുറിച്ചുള്ള നമ്മുടെ സ്ഥിരം സങ്കല്പങ്ങൾക്ക് നേരെ വിപരീതമായിരുന്നു വിഡോക്ക്. അദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയൊന്നുമായിരുന്നില്ല. മറിച്ച് കൃത്യമായ രീതികൾ പിന്തുടരുന്നതിലും മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിലുമാണ് വിജയത്തിൻ്റെ രഹസ്യം വരുന്നത്. അദ്ദേഹത്തിന് ഒരു അക്രമ സ്വഭാവം ഉണ്ടായിരുന്നു. കൂടാതെ പണമായിരുന്നു പ്രധാന ലക്ഷ്യവും. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾക്കൊപ്പം തന്നെ പരാജയങ്ങൾ നിറഞ്ഞിരുന്നു. ആദ്യകാലങ്ങളെക്കുറിച്ചുള്ള മിക്ക വിവരങ്ങളും 1828 ഒരു ഗോസ്റ്റ് റൈറ്ററുടെ സഹായത്തോടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച മെമ്മോയേഴ്സ് ഓഫ് വിഡോക്ക് എന്ന ആത്മകഥയിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പൂർണ്ണമായും വിശ്വസിക്കണമെന്നില്ല. യുജീൻ ഫ്രാൻസുവ വിഡോക്ക് 1775 ജൂലൈ 23 വടക്കൻ ഫ്രാൻസിലെ പാസ് ഡി കാലെ ഡിപ്പാർട്ട്മെന്റിലെ അരാസ് നഗരത്തിൽ ജനിച്ചു. സമ്പന്നനായ ഒരു ബേക്കറിക്കാരൻ നിക്കോളാസ് ജോസഫ് ഫ്രാൻസോ വിഡോക്കിൻ്റെയും ഭാര്യ ഹെൻറിയറ്റ് ഫ്രാൻസോയുടെയും 7 മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം. 16 വർഷം മുമ്പ് മാക്സിമിലിയൻ റോബസ്പിയർ ജനിച്ച വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അതെ, ഫ്രഞ്ച് റവല്യൂഷനിലെ മാക്സിമിലിയൻ റോബസ്പിയർ. അരാസിലെ പ്ലേസ് ഡി ആർമസ് എന്ന പരുക്കൻ പ്രദേശത്തായിരുന്നു വിഡോക്ക് കുടുംബം താമസിച്ചിരുന്നത്. അതിനാൽ ചെറുപ്പത്തിൽ തന്നെ യുജീൻ അടിപിടികളിൽ ഏർപ്പെട്ടിരുന്നു. ഭാഗ്യവശാൽ വിഡോക്കിന് വലുതും കരുത്തുറ്റതുമായ ശരീരപ്രകൃതി ഉണ്ടായിരുന്നു. 8ാമത്തെ വയസ്സിൽ തന്നെ താൻ അയൽപക്കത്തെ കുട്ടികളുടെ പേടി സ്വപ്നമാണെന്ന് അദ്ദേഹം വീമ്പിളക്കിയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഫെൻസിംഗ് പരിശീലിച്ച അദ്ദേഹം 13ാം വയസ്സിൽ ഫോയിൽ ഉപയോഗിക്കുന്നതിൽ അതിവിദഗ്ധനായി മാറി. കൗമാരപ്രായത്തിലാണ് വിഡോക്കിന്റെ കുറ്റകൃത്യ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം സ്വന്തം കുടുംബ ബിസിനസ് തന്നെയായിരുന്നു. പട്ടണത്തിന് ചുറ്റും സാധനങ്ങൾ ഡെലിവർ ചെയ്തുകൊണ്ട് പിതാവിന്റെ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ഈ യുവാവ് പബ്ബിൽ ചെലവാക്കാൻ പണത്തിനായി ബേക്കറിയിലെ പണപ്പെട്ടിയിൽ നിന്ന് പണം എടുക്കുമായിരുന്നു. ഈ സമയത്താണ് നഗരത്തിലെ പ്രാദേശിക ഗുണ്ടകൾ, തട്ടിപ്പുകാർ, മറ്റു പല കുറ്റവാളികൾ എന്നിവരുമായി അദ്ദേഹം പരിചയത്തിലാകുന്നത്. ഇതറിഞ്ഞ പിതാവ് പണപ്പെട്ടി പൂട്ടിയിടാൻ തുടങ്ങി. എന്നാൽ ബുദ്ധിമാനായ വിഡോക്ക് ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ മകൻ്റെ സഹായത്തോടെ താക്കോലിൻ്റെ വ്യാജനുണ്ടാക്കി. സീനിയർ വിഡോക്ക് വീണ്ടും മകൻ്റെ പദ്ധതി പൊളിച്ചപ്പോൾ സാധനങ്ങൾ മോഷ്ടിച്ച് പണയം വെക്കാൻ അവൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ അറസ്റ്റിലേക്കും പ്രാദേശിക ജയിലായ ബൗഡറ്റ്സിൽ കുറച്ചുനാൾ കഴിയുന്നതിലേക്കും നയിച്ചു. ഇത് അദ്ദേഹത്തെ നേർവഴിക്ക് നടത്തുന്നതിന് പകരം ഒരു വലിയ മോഷണം നടത്തി നഗരം വിടാൻ വിഡോക്കിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ബേക്കറിയിൽ അതിക്രമിച്ച് കയറിയ അവൻ 2000 ഫ്രാങ്കുമായി കടന്നു കളഞ്ഞു. പകുതി പണം കൂട്ടുപ്രതിക്ക് നൽകി രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. ഒളിവിലെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിഡോക്ക് കഠിനവും എന്നാൽ അനിവാര്യവുമായ ഒരു പാഠം പിടിച്ചു. എപ്പോഴും വലിയൊരു മത്സരം അവിടെ ഉണ്ടാകും. തന്നെ ഒരു വിജയകരമായ കുറ്റവാളിയായി അദ്ദേഹം കണക്കാക്കിയിരിക്കാമെങ്കിലും ലോകത്തിൻ്റെ രീതിയിൽ അദ്ദേഹം അപ്പോഴും ഒരു തുടക്കക്കാരൻ മാത്രമായിരുന്നു. ഒരു കപ്പലിൽ യാത്ര ചെയ്യാൻ ബെൽജിയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല പെരുമാറ്റമുള്ള ഒരു അപരിചിതനെ കണ്ടുമുട്ടി. അയാൾ അദ്ദേഹത്തെ സുന്ദരികളും സൗഹാർദ്ദപരമായി പെരുമാറുന്നവരുമായ സ്ത്രീകൾ നിറഞ്ഞ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മയക്കുമരുന്ന് നൽകുകയും പിറ്റേന്ന് രാവിലെ കപ്പൽ തുറമുഖത്ത് അർദ്ധനഗ്നനായി പേരിന് മാത്രം കുറച്ച് നാണയങ്ങളുമായി അദ്ദേഹം ഉണരുകയാണ് ചെയ്തത്. കിട്ടുന്നിടത്ത് ജോലി ചെയ്യാൻ വിഡോക്ക് നിർബന്ധിതനായി. അങ്ങനെ അദ്ദേഹം കലാകാരന്മാരുടെ ഒരു സംഘത്തിൽ ചേർന്നു. വളരെ മോശമായാണ് അദ്ദേഹത്തെ അവിടെ പരിഗണിച്ചിരുന്നത്. സ്ഥിരമായി മർദ്ദിക്കുകയും ഭക്ഷണത്തിന്റെ ബാക്കി നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രൂപം എത്രത്തോളം ദയനീയമായെന്നാൽ ഒരു ഘട്ടത്തിൽ പച്ച മാംസം കഴിക്കുന്ന ഒരു കാട്ടുജാതിക്കാരനായി അഭിനയിക്കാൻ വരെ ആവശ്യപ്പെട്ടു. ഇത് അവിടെ നിന്ന് മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം പാവക്കൂത്തുകാരുടെ ഒരു സംഘത്തിൽ ചേർന്നു. എന്നാൽ തൊഴിലുടമയുടെ ഭാര്യയെ നോട്ടമിട്ടതിന് പുറത്താക്കപ്പെട്ടതിനാൽ ഈ പുതിയ ജോലിയും അധികം നാൾ നീണ്ടു നിന്നില്ല. അവിടെ നിന്നും
ഫാദർ ഗൊഡാർഡ് എന്നൊരാൾ നയിച്ചിരുന്ന വഴിയോര കച്ചവടക്കാരുടെ ഒരു സംഘത്തിനൊപ്പം അദ്ദേഹം ചേർന്നു. അവസരം ലഭിച്ചപ്പോൾ വിഡോക്ക് അരാസിലെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ പിതാവ് ഒടുവിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകി. അദ്ദേഹം സൈന്യത്തിൽ ചേരുകയും ബോർബോൺ റെജിമെന്റിന്റെ ഭാഗമാവുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സൈന്യത്തിലെ പ്രശസ്തമായ ഒരു കാലാൾപ്പടയാണ് ബോർബോൺ റെജിമെന്റ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജോർജ് വാഷിംഗ്ടണിനൊപ്പം ചേർന്ന് യോർക്ക് ടൗൺ വിജയത്തിൽ ഇവർ വലിയ പങ്ക് വഹിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ മുൻകോപം അവിടെ പലപ്പോഴും സംഘടനകൾക്ക് കാരണമായി. 6 മാസത്തിന് ശേഷം 15 ദ്വന്ദ്വ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും 2 പേരെ കൊല്ലുകയും ചെയ്തതിന് വിഡോക്കിന് റെക്ലെസ് അല്ലെങ്കിൽ ഭയമില്ലാത്തവൻ എന്ന ഇരട്ടപ്പേര് ലഭിച്ചു. പല യുദ്ധങ്ങളിലും പങ്കെടുത്ത വിഡോക്കിന് ഗ്രനേഡിയർ ആയി സ്ഥാനം ലഭിച്ചു. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് കോർട്ട് മാർഷൽ ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം സൈന്യത്തിൽ നിന്നും ഒളിച്ചോടി. മറ്റൊരു പേരിൽ അദ്ദേഹം 11-ാമത്തെ ഷാസിയേഴ്സിൽ ചേർന്നു. അമേരിക്കൻ വിപ്ലവ യുദ്ധസമയത്ത് ഫ്രഞ്ച് സൈന്യത്തിന്റെ ലോഷൻ ലീജിയന്റെ ഭാഗമായിരുന്ന ഒരു പ്രമുഖ കുതിരപ്പട വിഭാഗമാണ് 11-ാം ഷാസിയേഴ്സ് എന്ന് പറയുന്നത്. യോർക്ക് ടൗൺ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ തടഞ്ഞു നിർത്തുന്നതിൽ ഇവർ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ഒളിച്ചോട്ടം കണ്ടുപിടിക്കപ്പെട്ടെങ്കിലും ഒരു ക്യാപ്റ്റൻ അദ്ദേഹത്തിന് വേണ്ടി ഇടപെടുകയും എല്ലാം ക്ഷമിക്കപ്പെടുകയും ചെയ്തു. കാലിൽ വെടിയേറ്റതിനെ തുടർന്ന് 18 വയസ്സുകാരനായ വിഡോക്ക് അരാസിലേക്ക് മടങ്ങി. ഒരു യുവാവെന്ന നിലയിൽ വിഡോക്കിന്റെ ജീവിതം കൂടുതലും ജയിൽ അറകൾക്കും സൈന്യത്തിനുമിടയിലായി വിഭജിക്കപ്പെട്ടതുപോലെ തോന്നി. അപൂർവമായി ഈ രണ്ടിൽ നിന്നും സ്വതന്ത്രനായിരുന്നപ്പോൾ അദ്ദേഹം സാധാരണമായി പ്രണയബന്ധങ്ങളിലോ ക്രിമിനൽ പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം പെട്ടെന്ന് അവസാനിച്ചു. യുജീൻ വിഡോക്കിനെ സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടിയതിന് വീണ്ടും അന്വേഷിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാഹസിക യാത്രകൾ ബ്രസൽസിലേക്ക് നീളുകയും അവിടെ അദ്ദേഹം മോൺസിയർ റൂസോ എന്ന സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. 1795 അദ്ദേഹം ഫ്ലൈയിങ് ആർമിയിൽ ചേരുകയും ഒരു ഹുസാർ ക്യാപ്റ്റനായി മാറുകയും ചെയ്തു. ഈ ഫ്ലൈയിങ് ആർമി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നീങ്ങാൻ കഴിയുന്ന ഒരു പ്രത്യേക സൈനിക വിഭാഗമാണ്. ഒരു വലിയ സൈന്യത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് മുൻപേ സഞ്ചരിക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നടത്താനും നിയോഗിക്കപ്പെട്ട അതിവേഗ കുതിരപ്പടയോ കാലാൾപ്പടയോ ആണ് ഇവർ. ഈ ഹുസാർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ സൈന്യങ്ങളിലെ കുതിരപ്പട വിഭാഗമായ ഹുസാറുകളിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥ പദവിയാണ്. അവർ ശത്രു നിരയിലേക്ക് അതിവേഗം ഇരിച്ചു കയറാനും നിരീക്ഷണം നടത്താനും നിയോഗിക്കപ്പെട്ടവരായിരുന്നു. അദ്ദേഹം ഒരു വൃദ്ധയും വിധവയുമായിരുന്ന ബാരനസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവർ അദ്ദേഹത്തിന് വലിയ തുക നൽകി. ഇത് കുറച്ചു കാലം പാരീസിൽ ആർഭാടമായി ജീവിക്കാൻ വിഡോക്കിനെ സഹായിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പണം തീർന്നു പോവുകയും വിഡോക്ക് വീണ്ടും ജയിലിലാവുകയും ചെയ്തു. അവിടെ വെച്ച് വ്യാജരേഖ ചമയ്ക്കൽ എന്ന പുതിയ കഴിവ് അദ്ദേഹം കണ്ടെത്തി. ഫ്രാൻസിൻ ലോങ്ങൈറ്റ് എന്നൊരു കാമുകിയുടെ സഹായത്തോടെ പലതവണ രക്ഷപ്പെട്ടെങ്കിലും എപ്പോഴും വൈകാതെ തന്നെ വീണ്ടും പിടിക്കപ്പെട്ടു. വെറും 5 വർഷത്തിനുള്ളിൽ വിഡോക്ക് ബിസെറ്റർ, ഡോവായ്, സെൻലിസ്, ബ്രസ്റ്റ്, ടൂലോൺ എന്നീ ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിരുന്നു. ഇതിനു പുറമെ റോട്ടർഡാമിൽ ഒരിക്കൽ നിർബന്ധിതമായി കപ്പലിൽ കയറ്റപ്പെട്ടതും ഡച്ച് കപ്പലിൽ കൊള്ളക്കാരനായി ചുരുങ്ങിയ കാലം പ്രവർത്തിച്ചതും എടുത്തു പറയേണ്ടതാണ്. 1800-ൽ 25 വയസ്സുള്ള വിഡോക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തി. മുൻ വർഷം തൻ്റെ അച്ഛൻ മരിച്ചുവെന്ന് അദ്ദേഹം അറിഞ്ഞു. അമ്മയോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ തിരിച്ചറിയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഒളിച്ചോടേണ്ടി വന്നു. പിന്നീട് റൂവനിൽ ബ്ലോണ്ടൽ എന്ന വ്യാപാരിയുടെ പേരിൽ അദ്ദേഹം ജീവിച്ചു. 2 വർഷത്തോളം അദ്ദേഹം വിജയം കണ്ടു. അമ്മയെ കൊണ്ടുവരാൻ പദ്ധതിയിട്ടെങ്കിലും വീണ്ടും പിടിക്കപ്പെടുകയും ഒളിവിൽ പോകേണ്ടിയും വന്നു. പല തവണ വിഡോക്ക് പുതിയ നഗരങ്ങളിൽ പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പോയിടത്തെല്ലാം ഭൂതകാലം അദ്ദേഹത്തെ വേട്ടയാടി. 1809-ൽ അറസ്റ്റിലായി ബിസെറ്റർ ജയിലിലെത്തിയ വിഡോക്കിന് തൻ്റെ പഴയ സാഹചര്യങ്ങൾ വീണ്ടും നേരിടേണ്ടി വന്നു. തീർച്ചയായും അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. വേഷം മാറിയോ ഗാർഡുകൾക്ക് കൈക്കൂലി നൽകിയോ മതിലുകൾ ചാടിക്കടന്നോ അദ്ദേഹത്തിന് ഒടുവിൽ ഒരു സ്വതന്ത്രനാകാമായിരുന്നു. എന്നിരുന്നാലും ജയിൽ ചാട്ടങ്ങളിൽ നിന്നും അതിലൂടെ ലഭിക്കുന്ന നൈമിഷികമായ സ്വാതന്ത്ര്യത്തിൽ നിന്നും അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. തൻ്റെ അനുഭവ പരിചയവും സൽപ്പേരും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നും ഒരു ജയിൽ ഇൻഫോർമർ ആകാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ജിൻ ഹെൻറി എന്നൊരു പോലീസ് മേധാവി ആ കരാർ അംഗീകരിക്കുകയും വിഡോക്കിനെ പാരീസിലെ ലാ ഫോഴ്സ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. തൻ്റെ കഴിവ് തെളിയിക്കാൻ ആ തടവുകാരന് അധികം സമയം വേണ്ടി വന്നില്ല. കുപ്രസിദ്ധരായ മോഷ്ടാക്കളുടെ സംഘത്തിലെ ഫ്രാൻസ് തോർമൽ എന്ന ക്രിമിനലുമായി വിഡോക്ക് പരിചയത്തിലായി. അപ്പോഴേക്കും ജയിലിലായിരുന്നുവെങ്കിലും തെളിവുകളുടെയോ സാക്ഷികളുടെയോ അഭാവം കാരണം ടോർമൽ വൈകാതെ മോചിതനാകുമായിരുന്നു. ആ കുറ്റവാളിയുടെ കാമുകിയുടെ താമസ സ്ഥലം വെളിപ്പെടുത്താൻ തക്കവിധം വിഡോക്ക് അയാളുടെ വിശ്വാസം പിടിച്ചുപറ്റി. പ്രതീക്ഷിച്ചതുപോലെ പോലീസ് അവിടെ റെയ്ഡ് നടത്തുകയും ടോർമലിനെ 8 വർഷം ശിക്ഷിക്കാൻ ആവശ്യമായത്ര മോഷ്ടിച്ച സാധനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതുമാത്രമല്ല, ആ കുറ്റവാളി അപ്പോഴും വിഡോക്കിനെ വിശ്വസിച്ചിരുന്നു. അയാളുടെ കൂട്ടാളികളെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ വിഡോക്കിന് നൽകുകയും ചെയ്തു. 21 മാസത്തോളം ജയിലിനുള്ളിൽ വിഡോക്ക് തൻ്റെ ഇൻഫോർമർ സേവനങ്ങൾ നൽകി. ഒടുവിൽ കുറ്റവാളികൾ തന്നിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കുന്നതിനേക്കാൾ പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് പല ക്രിമിനൽ സംഘങ്ങളിലും നുഴഞ്ഞു കയറാൻ കഴിയുമെന്നതിനാൽ പുറത്താണ് അദ്ദേഹം ഏറ്റവും ഉപയോഗപ്രദമാകുക എന്ന് ഹെൻറി തിരിച്ചറിഞ്ഞു. അവർ അദ്ദേഹത്തിൻ്റെ മോചനം ഉറപ്പാക്കുകയും അതൊരു സാധാരണ ജയിൽ ചാട്ടമായി തോന്നിപ്പിക്കുകയും ചെയ്തു. വളരെ കാലത്തിന് ശേഷം തന്നെ ആദ്യം തിരിച്ചറിയുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുമെന്ന പേടിയില്ലാതെ യുജീൻ വിഡോക്കിന് സ്വന്തം വ്യക്തിത്വത്തിൽ സ്വതന്ത്രനായി തെരുവിലൂടെ നടക്കാൻ കഴിഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹം പൂർണ്ണമായും ഒരു സ്വതന്ത്ര മനുഷ്യനായിരുന്നില്ല.
ഭരണകൂടത്തിന്റെ സേവനത്തിലുള്ള ഒരു രഹസ്യ ഏജന്റായിരുന്നു വിഡോക്ക്. കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും കുറ്റവാളികളെ പിടികൂടുന്നതിലുമുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വാട്രിൻ എന്നൊരു കള്ളനോട്ടുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ വേട്ട. പോലീസ് സേനയിൽ പ്രവർത്തിക്കുമ്പോഴും പിന്നീട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ കാലത്തും തന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിന്റെ തുടക്കം ഇതാണെന്ന് വിഡോക്ക് തന്റെ ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടി. മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം അദ്ദേഹത്തിന്റെ വിജയത്തിൽ അസൂയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പരാജയം കാണാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ഒരാളെക്കാൾ നല്ലത് രണ്ടുപേരെന്ന പഴഞ്ചൊല്ലനുസരിച്ച് വിഡോക്ക് ചിലരെ സഹായത്തിനായി കൊണ്ടുവരികയും കുറ്റകൃത്യങ്ങൾ തടയാൻ സഹായിക്കുന്നതിനായി ബ്രിഗേഡ് ഡി ലാസ് സ്യൂററ്റ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ബ്രിഗേഡ് എന്നൊരു അനൌദ്യോഗിക യൂണിറ്റ് രൂപീകരിക്കുകയും ചെയ്തു. തന്നെ പോലെ നന്നാവാൻ ആഗ്രഹിക്കുന്ന മറ്റ് പഴയ കുറ്റവാളികളായിരുന്നു ഇതിൽ കൂടുതലും. അക്കാലത്ത് ഫ്രാൻസിലെ പോലീസ് സേന പ്രധാനമായും രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു. രഹസ്യ നീക്കങ്ങൾ നടത്തുകയും രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾ കണ്ടെത്തുകയും ചെയ്യുന്ന രഹസ്യ പോലീസായ പോലീസ് പൊളിറ്റിക് ഉണ്ടായിരുന്നു. കൂടാതെ മോഷണം, കൊലപാതകം, തട്ടിപ്പ് തുടങ്ങിയ സാധാരണ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂണിഫോം ഇട്ട സാധാരണ പോലീസും ഉണ്ടായിരുന്നു. തൻ്റെ ഏജന്റുമാർ യൂണിഫോം ഒഴിവാക്കണമെന്നും സാധാരണ പോലീസിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ നുഴഞ്ഞു കയറാൻ സഹായിക്കുന്നതിനായി സാധാരണ വസ്ത്രങ്ങളും വേഷപ്രച്ഛന്നരുമായിരിക്കണം എന്നും വിഡോക്ക് തൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തിയത് വളരെ നിർണായകമായിരുന്നു. ആ സംഘം വിജയമായിരുന്നു. അത് രൂപീകരിച്ച് ഒരു വർഷത്തിൽ താഴെ സമയത്തിനുള്ളിൽ സ്യൂററ്റെ ഔദ്യോഗികമായി പാരീസിലെ പ്രിഫെക്ചർ ഓഫ് പോലീസിന്റെ കീഴിൽ വരുന്ന മഫ്തിയിലുള്ള ഡിറ്റക്റ്റീവുകളുടെ ഒരു യൂണിറ്റായി മാറി. വിഡോക്ക് അതിന്റെ ആദ്യ മേധാവിയായി. ഭാഗ്യവച്ചാൽ ഭരണത്തലവനായ നെപ്പോളിയനും ഫ്രാൻസിന്റെ പോലീസ് സേനയെ പുനഃസംഘടിപ്പിക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം 1800 പ്രിഫെക്ചർ ഓഫ് പോലീസ് സ്ഥാപിച്ചു. അതുവരെ രാജ്യത്തെ ഗ്രാമീണ മേഖലകളിൽ സമാധാനം പാലിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന അർദ്ധ സൈന്യ വിഭാഗമായി പ്രവർത്തിച്ചിരുന്ന ജെൻഡാർമറിയുടെ എണ്ണവും ഉത്തരവാദിത്തങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്തു. കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള വിഡോക്കിന്റെ വിപ്ലവകരമായ സമീപനത്തെ ബോണപ്പാർട്ട് അംഗീകരിച്ചതായി തോന്നി. ഒരു വർഷത്തിന് ശേഷം സ്യൂററ്റെ നാഷണൽ എന്നറിയപ്പെടുന്ന സംസ്ഥാന സുരക്ഷാ സേവനമായി അദ്ദേഹം വിപുലീകരിച്ചു. വിഡോക്ക് തന്റെ എല്ലാ ഏജന്റുമാരെയും വ്യക്തിപരമായി പരിശീലിപ്പിച്ചു. അദ്ദേഹത്തിന് കീഴിൽ ഡസൻ കണക്കിന് ആളുകൾ ഉണ്ടായപ്പോൾ പോലും ഒരു യാചകനെ പോലെ വേഷം മാറി രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കായി തെരുവിലിറങ്ങുന്നത് അദ്ദേഹം ആസ്വദിച്ചു. അദ്ദേഹത്തിന്റെ യൂണിറ്റ് 100 കണക്കിന് അറസ്റ്റുകൾക്ക് കാരണമാവുകയും പാരീസിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് 40% വരെ കുറയുകയും ചെയ്തു. കുറ്റാന്വേഷണ വിദഗ്ധനായ ജോൺ ഫിലിപ്പ് സ്റ്റെഡിന്റെ അഭിപ്രായത്തിൽ 1817 മാത്രം സ്യൂററ്റെ 811 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 341 കള്ളന്മാർ, 46 വ്യാജരേഖ ചമയ്ക്കുന്നവർ, 14 ജയിൽ ചാടിയ തടവുകാർ, 15 കൊലപാതകികൾ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. 1817 വിഡോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായ ഒരു വർഷമായി മാറി. കാരണം തൻ്റെ മുൻകാല കുറ്റകൃത്യങ്ങൾക്ക് ലൂയി 18 രാജാവിൽ നിന്നും പൂർണ്ണമായ മാപ്പ് ലഭിച്ചതും ആ വർഷമാണ്. അതുവരെ പാരീസ് പോലീസ് സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നിട്ടും സാങ്കേതികമായി വിഡോക്ക് ഇപ്പോഴും തിരയപ്പെടുന്ന ഒരു കുറ്റവാളിയായിരുന്നു. തുടർന്നുള്ള കാലം വ്യക്തിപരമായും ഔദ്യോഗികമായും പോലീസുകാരനായ അദ്ദേഹത്തിന് പ്രക്ഷുബ്ധമായ സമയമായിരുന്നു. 1820 അദ്ദേഹം വീണ്ടും വിവാഹിതനായെങ്കിലും 4 വർഷത്തിന് ശേഷം ഭാര്യ മരിച്ചു. താമസിയാതെ അമ്മയും മരിച്ചു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വിഡോക്കിന് തന്റെ മേലുദ്യോഗസ്ഥരുടെ പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങി. ജിൻ ഹെൻറി വിരമിച്ചു. അടുത്ത പോലീസ് മേധാവിയായ മാർക്ക് ഡ്യൂപ്ലസിസ് സ്യൂററ്റെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. വിഡോക്കിന് മാപ്പ് നേടിക്കൊടുത്ത പോലീസ് പ്രൊഫക്റ്റായ ജൂൾസ് ആംഗ്ലസിനും ഡ്യൂക്ക് ഓഫ് ബെറി ചാൾസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകം തടയാൻ കഴിയാത്തതിനാൽ വിരമിക്കേണ്ടി വന്നു. ഒടുവിൽ രാജാവ് തന്നെ മരിക്കുകയും ചാൾസ് 10 പിൻഗാമിയാവുകയും ചെയ്തു. പോലീസ് സേനയിലെ മറ്റംഗങ്ങൾ തന്നോട് കാണിക്കുന്ന വെറുപ്പ് തന്റെ വിജയത്തോടുള്ള അസൂയ കൊണ്ടാണെന്ന് വിഡോക്ക് എപ്പോഴും പറഞ്ഞിരുന്നു. അതിൽ ഒരുപാട് സത്യമുണ്ടായിരുന്നെങ്കിലും ഒരു ക്രിമിനൽ തന്റെ പഴയകാല കുറ്റകൃത്യങ്ങൾക്ക് കാര്യമായ യാതൊരു പ്രത്യാഘാതങ്ങളും നേരിടാതെ ഇത്ര ഉന്നത പദവിയിലേക്ക് ഉയരുന്നതിൽ അവർക്ക് അതൃപ്തിയും ഉണ്ടായിരുന്നു. അതേസമയം നിയമപാലന രംഗത്തെ കരിയറിൽ വിഡോക്ക് വളരെ സമ്പന്നനും പ്രശസ്തനുമായി മാറി. പാരീസിലെ പ്രശസ്തരായ വിക്ടർ യൂഗോ, ഓൺട്രേ ഡി ബാൽസാക് തുടങ്ങിയവരുമായി അദ്ദേഹം ഇടപഴകുകയും സ്വന്തമായി ഒരു പേപ്പർ കമ്പനി തുടങ്ങാൻ വേണ്ടത്ര പണം സമ്പാദിക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അത് നിയമത്തിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നതെന്നും തെളിവില്ലാത്ത കിംവദന്തികൾ ഉണ്ടായിരുന്നു. 1827 ആയപ്പോഴേക്കും വിഡോക്കിന് തന്റെ പുതിയ മേധാവിയുമായി നിരവധി പ്രശ്നങ്ങളുണ്ടായി. സേനയിൽ 18 വർഷത്തിന് ശേഷം 52-കാരനായ അദ്ദേഹം മാർക്ക് ഡ്യൂപ്ലസിന് രാജി സമർപ്പിച്ചു. അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ പോലീസ് മേധാവിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മറ്റൊരു മുൻ കുറ്റവാളിയായ ബർത്തലേമി കൊക്കോ ലൊക്കോർ എന്ന ഏജന്റിനെയാണ് അദ്ദേഹം നിയമിച്ചത്. വിഡോക്ക് തന്ത്രശാലിയായ ഒരു ക്രിമിനലും കുറ്റാന്വേഷണ രംഗത്തെ ഒരു തുടക്കക്കാരനുമായിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നില്ല. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ കമ്പനി പാപ്പരായി. എന്നാൽ മറുവശത്ത് ഈ ഒഴിവു സമയം തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ അദ്ദേഹത്തെ സഹായിച്ചു. 1831 ആയപ്പോഴേക്കും ഡ്യൂപ്ലസിസ് മാറുകയും പുതിയ പോലീസ് പ്രിഫെക്റ്റായ ഹെൻറി ജിസ്ക്വറ്റ് വിഡോക്കിനെ വീണ്ടും സേനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും സ്യൂററ്റയുടെ മേധാവിയായെങ്കിലും ആ സ്ഥാനം അധികനാൾ നീണ്ടു നിന്നില്ല. ജൂലൈ രാജവാഴ്ചയുടെ കാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്ന അസ്ഥിരതയുടെ ഒരു ലക്ഷണമോ
അതോ രാജ്യത്ത് നാശം വിതച്ചുകൊണ്ടിരുന്ന കോളറ രോഗബാധയോ ആയിരിക്കാം ഇതിന് കാരണം. ആളുകൾക്ക് വിഡോക്കിനോടും അദ്ദേഹത്തിൻ്റെ പഴയ കുറ്റവാളികളുടെ സംഘത്തോടും വളരെ കുറച്ച് മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. സ്യൂററ്റയിലെ ഏജന്റുമാർ കലാപാരികൾക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്നവരായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കുറച്ച് സംഭവങ്ങൾ പെട്ടെന്നുണ്ടായി. ചിലർ മോഷണത്തിൽ പോലും ഉൾപ്പെട്ടു. ഈ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായി തീർന്നു. 1832 അവസാനത്തോടെ വിഡോക്കിന് വീണ്ടും രാജിവെക്കാൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടു. തന്റെ മൂന്നാമത്തെ ഭാര്യയുടെ ആരോഗ്യകാര്യത്തിലുള്ള ആശങ്ക ചൂണ്ടിക്കാട്ടി അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന്റെ രാജിവെക്കലിന് പിന്നാലെ ചെറിയ കുറ്റങ്ങൾ പോലും ക്രിമിനൽ റെക്കോർഡുള്ള ആരെയും സൂററ്റയിൽ നിന്ന് പുറത്താക്കി. മുൻ ഏജന്റുമാർക്ക് പുതിയൊരു ജോലി അന്വേഷിച്ച് അധികം അലയേണ്ടി വന്നില്ല. 1833 വിഡോക്ക് ലെ ബ്യൂറോ ഡെ റിസൈൻമെന്റ്സ് ഫോർ ലെ കൊമേഴ്സ് ഓഫീസ് ഓഫ് ഇൻഫോർമേഷൻ ഫോർ ബിസിനസ് സ്ഥാപിച്ചു. ഒരു നിശ്ചിത തുക നൽകിയാൽ ഉപഭോക്താക്കൾക്ക് തട്ടിപ്പുകാരുടെയും വഞ്ചകരുടെയും പ്രൊഫൈലുകൾ അടങ്ങിയ വിഡോക്കിന്റെ ഡാറ്റാബേസ് പരിശോധിക്കാമായിരുന്നു. ആവശ്യമെങ്കിൽ ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യഭിചാരമോ സാമ്പത്തികമോ പോലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ അന്വേഷിക്കാനും നിരീക്ഷിക്കാനും അവർക്ക് ഏജന്റുമാരെ വാടകയ്ക്കെടുക്കാനും കഴിഞ്ഞിരുന്നു. ബിസിനസ് ഇൻഫർമേഷൻ ബ്യൂറോകൾ അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ അധിക അന്വേഷണ സേവനങ്ങൾ കാരണം വിഡോക്കിന്റെ ഈ പുതിയ സംരംഭത്തെ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയായി പലരും കണക്കാക്കുന്നു. താൻ തന്നെ പരിശീലിപ്പിച്ചവരായതിനാൽ സൂററ്റയിലെ മുൻ ഏജന്റുമാരായ പഴയ കുറ്റവാളികളെ തന്നെയാണ് അദ്ദേഹം കൂടുതലും നിയമിച്ചത്. ബാക്കിയുള്ള പോലീസ് സേനയ്ക്ക് നേരത്തെ വിഡോക്കിനോട് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് അദ്ദേഹത്തോട് അറപ്പായിരുന്നു. പണം കൂടുതലായി നൽകുന്നവർക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന നിയമത്തിന് പുറത്തുള്ള ഒരു സംഘം എന്ന ആശയം പലർക്കും ഇഷ്ടപ്പെട്ടില്ല. വിഡോക്കും അദ്ദേഹത്തിന്റെ ഡിറ്റക്റ്റീവുകളും മികച്ച രീതിയിൽ പറഞ്ഞാൽ നിയമത്തിന്റെ പഴുതുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ജോലി തീർക്കാൻ ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നില്ലെന്നും മുൻപത്തെക്കാളും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ അവർ കൊണ്ടുവന്ന ഫലങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. ആദ്യമൊക്കെ ഏജൻസി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. എന്നിരുന്നാലും യഥാർത്ഥ പോലീസ് സേനയുമായുള്ള അദ്ദേഹത്തിന്റെ വഴക്കുകൾ പല അറസ്റ്റുകൾക്കും പിടിച്ചെടുക്കലുകൾക്കും കാരണമായി. പുതിയ പോലീസ് പ്രിഫെക്ട് ഗബ്രിയൽ ഡെലസേർട്ട് വിഡോക്കിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എപ്പോഴും അദ്ദേഹത്തിന്റെ ബിസിനസ് തകർക്കാൻ പുതിയ അവസരത്തിനായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആ അവസരം 1842 വന്നു. പ്രിഫെക്ട് ഏജൻസിയിൽ ഒരു വലിയ റെയ്ഡിന് ഉത്തരവിടുകയും അത് വിഡോക്കിന്റെ അറസ്റ്റിൽ കലാശിക്കുകയും ചെയ്തു. തട്ടിപ്പും അനധികൃത അറസ്റ്റും അദ്ദേഹം നേരിട്ട കുറ്റങ്ങളായിരുന്നു. ഒടുവിൽ വിഡോക്ക് വീണ്ടും സ്വതന്ത്രനായി. എന്നാൽ അതിനു മുൻപ് കോൺസർജറി ജയിലിൽ 11 മാസം അദ്ദേഹത്തിന് ചെലവഴിക്കേണ്ടി വന്നു. മോചിതനായപ്പോൾ അദ്ദേഹത്തിന് 67 വയസ്സായിരുന്നു. തന്റെ മികച്ച ദിനങ്ങൾ വളരെ പിന്നിലായി പോയെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി. തന്റെ ജീവിതാവസാനം അദ്ദേഹം മിക്കവാറും പ്രശസ്തിയിൽ നിന്ന് അകന്നു നിന്നു. 1857 അദ്ദേഹം അന്തരിച്ചു. ഒരു കുറ്റാന്വേഷകൻ എന്ന തൊഴിലിന് വിഡോക്ക് അടിത്തറയിട്ടു. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഒരു ഷെർലക് ഹോംസ് കഥാപാത്രമായിരുന്നില്ല. സംശയമുള്ളവരുടെ ഒരു മുറിയിൽ അതിബുദ്ധിമാനായ ഒരു ഡിറ്റക്റ്റീവ് പൈപ്പ് വലിച്ചു നിന്നുകൊണ്ട് കൊലപാതകി അത് എങ്ങനെ ചെയ്തു എന്ന് വെളിപ്പെടുത്തുന്ന നമ്മുടെ സ്ഥിരം സങ്കല്പത്തിന് അദ്ദേഹം യോജിക്കുന്നില്ല. ഒരു ഡിറ്റക്റ്റീവ് എന്നതിലുപരി മികച്ചൊരു മനഃശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. മറ്റു കുറ്റവാളികളെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കാനും രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും തൻ്റെ രൂപവും പ്രശസ്തിയും മനോഭാവവും എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വളരെ വിരസവും എന്നാൽ പ്രായോഗികവുമായ മറ്റൊരു കഴിവ് താൻ കണ്ടുമുട്ടിയ എല്ലാ കുറ്റവാളികളുടെയും കൃത്യവും വിശദവുമായ രേഖകൾ സൂക്ഷിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശമായിരുന്നു. തനിക്ക് അവിശ്വസനീയമായ ഓർമ്മശക്തി ഉണ്ടെന്ന് വിഡോക്ക് പലപ്പോഴും വീമ്പിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഏജന്റുമാർക്ക് അത്രത്തോളം കഴിവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തുടക്കകാലത്ത് തന്നെ സൂററ്റ് പാരീസിലെ തെമ്മാടികളുടെ ഇൻഡെക്സ് കാർഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ അവരുടെ ശാരീരിക രൂപവും വ്യത്യാസങ്ങൾ തിരിച്ചറിയാനുള്ള സവിശേഷതകൾ, മുൻകാല ശിക്ഷകൾ, കുറ്റകൃത്യം ചെയ്യുന്ന രീതി, ഉപകാരപ്രദമായേക്കാവുന്ന മറ്റ് വിവരങ്ങൾ എന്നിവ പട്ടികപ്പെടുത്തി. ഈ സംവിധാനം വളരെ പ്രാകൃതമായിരുന്നുവെങ്കിലും ഫലപ്രദമായിരുന്നു. വിഡോക്ക് തൻ്റെ സ്വകാര്യ ഏജൻസി ആരംഭിച്ചപ്പോൾ അത് വളരെ സഹായകമായി. അൽഫോൺസ് ബെർത്തലൻ ഇത് പൊളിച്ചെഴുതുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് വരെ പതിറ്റാണ്ടുകളോളം സൂററ്റ് ഇത് ഉപയോഗിച്ചിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാനും പാടില്ല. കാരണം അന്നുവരെ മറ്റു കുറ്റാന്വേഷകർ ഉപയോഗിക്കാത്ത വിധത്തിൽ വിഡോക്ക് തൻ്റെ കഴിവുകൾ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഒരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞുള്ള ക്രൈം ഷോയ്ക്ക് അനുയോജ്യമായ കുറച്ച് കേസുകളെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ അതിരാവിലെ ഹോട്ടോട്ട് എന്ന് സംശയിക്കുന്ന ഒരു കള്ളനെ വിഡോക്ക് കണ്ടുമുട്ടി. അയാൾ വളരെ ക്ഷീണിതനായിരുന്നു. വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. ഷൂസിൽ ചെളി പുരണ്ടിരുന്നു. കഴിഞ്ഞ രാത്രി അയാൾ തിരക്കിലായിരുന്നു എന്നത് വ്യക്തമായിരുന്നു. വിഡോക്ക് അവിടെ നിന്ന് പോവുകയും കഴിഞ്ഞ രാത്രി നടന്ന മോഷണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തി അദ്ദേഹം ഒരു ജോഡി കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു. അത് ഹോട്ടോട്ടിന്റെ ചെളി പുരണ്ട ഷൂസിനെ കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുവരാൻ അദ്ദേഹം തന്റെ ഒരു ഏജന്റിനെ ഏർപ്പാടാക്കുകയും കാൽപ്പാടുകളുടെ ഒരു അച്ച് ഉണ്ടാക്കുകയും അത് ആ കുറ്റവാളിയുടെ ഷൂസുമായി ഒത്തുനോക്കുകയും ചെയ്തു. ഹോട്ടോട്ട് കുറ്റം സമ്മതിക്കുകയും ഗാലിയിലേക്ക്, അതായത് കപ്പലിലെ തടവിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. മറ്റൊരിക്കൽ കുപ്രസിദ്ധമായ കൗണ്ടസ് ഇസബെല്ല ഡി ആർസിയുടെ കൊലപാതകം വിഡോക്ക് അന്വേഷിച്ചു. ഭർത്താവാണ് അവളെ വെടിവെച്ചതെന്ന് എല്ലാവരും കരുതി. എന്നാൽ കൗണ്ട് നിരപരാധിയെന്ന് തെളിയിക്കാൻ
ഡിറ്റക്റ്റീവ് ബാലിസ്റ്റിക്സിന്റെ പ്രാകൃതമായ ഒരു രൂപത്തെയാണ് ആശ്രയിച്ചത്. കൗണ്ടസിന്റെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട പുറത്തെടുക്കാൻ അദ്ദേഹം ഡോക്ടറോട് ആവശ്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ അത് തികച്ചും അസാധാരണമായിരുന്നതിനാൽ അദ്ദേഹം അത് രഹസ്യമായി ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ആ വെടിയുണ്ട കൗണ്ട് ഡി ആർസിയുടെ ഡ്യുവലിംഗ് പിസ്റ്റളിൽ കൊള്ളാത്ത വിധം വലുതാണെന്ന് അദ്ദേഹം തെളിയിച്ചു. പകരം ആ വെടിയുണ്ട കൗണ്ടസിന്റെ കാമുകന്റെ ആയുധവുമായി വിഡോക്ക് ഒത്തുനോക്കുകയും അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. യുജീൻ വിഡോക്ക് മരിച്ചിട്ട് കാലമേറെയായെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യകാരന്മാരായ സുഹൃത്തുക്കൾ അവരുടെ പുസ്തകങ്ങളിൽ അദ്ദേഹത്തെ അനശ്വരനാക്കി. ബാൽസാക്ക് അദ്ദേഹത്തെ അടിസ്ഥാനമാക്കി നിരവധി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചു. അതിൽ പ്രധാനം ക്രിമിനൽ ബുദ്ധികേന്ദ്രമായ വൗട്ടറിനാണ്. വിക്ടർ യൂഗോ തന്റെ വിഖ്യാത കൃതിയായ ലെസ് മിസറബിൾസിൽ തന്റെ 2 പ്രധാന കഥാപാത്രങ്ങളായ കുറ്റവാളിയായ ജീൻ വാൽജിനും പോലീസുകാരനായ ജാവററ്റും വിഡോക്കിന്റെ ഇരട്ട ജീവിതത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. 1990 സെപ്റ്റംബറിൽ 3 കുറ്റാന്വേഷണ വിദഗ്ധർ ഉച്ചഭക്ഷണത്തിനായി ഒത്തുകൂടി. ഫിലാഡൽഫിയയിലെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും FBI ഏജന്റുമായിരുന്ന വില്യം ഫ്ലെഷർ, ഫോറൻസിക് ശില്പിയായ ഫ്രാങ്ക് ബെർഡൺ, ക്രിമിനൽ സൈക്കോളജിസ്റ്റ് റിച്ചാർഡ് വാൾട്ടർ എന്നിവരായിരുന്നു അവർ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ ചർച്ച കോൾഡ് കേസുകളിലൂടെ തീർപ്പാക്കാത്ത കേസുകളിലേക്ക് തിരിഞ്ഞു. ഒരു കേസിൽ ഒരു തുമ്പും കിട്ടാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു കുറ്റാന്വേഷകന് തങ്ങളുടെ അറിവും പരിചയസമ്പത്തും വലിയൊരു സഹായകമാകുമെന്ന് ആ 3 പേരും തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല, തങ്ങളുടെ പ്രാഗൽഭ്യം നൽകാൻ കഴിയുന്ന മറ്റ് നിരവധി ആളുകളെയും അവർക്കറിയാമായിരുന്നു. അങ്ങനെ വിഡോക്ക് സൊസൈറ്റി ജനിച്ചു. ഫിലഡൽഫിയയിലെ യൂണിയൻ ലീഗിൽ സംഘടന മാസത്തിലൊരിക്കൽ യോഗം ചേരുന്നു. അതിൽ 82 സ്ഥിര അംഗങ്ങളുണ്ട്. അതായത് വിഡോക്ക് ജീവിച്ചിരുന്ന ഓരോ വർഷത്തിനും ഓരോരുത്തർ. എങ്കിലും ക്ഷണം വഴി മാത്രം സ്പെഷ്യൽ അംഗങ്ങളായി മറ്റ് പലരും ചേർന്നിട്ടുണ്ട്. ഫോറൻസിക് ശാസ്ത്രജ്ഞർ, നിയമപാലകർ, പ്രോസിക്യൂട്ടർമാർ, പ്രൊഫൈലർമാർ, മെഡിക്കൽ എക്സാമിനർമാർ, മനഃശാസ്ത്രജ്ഞർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഇത്രയധികം വിദഗ്ധരെ ഒരേ മേൽക്കൂരയിൽ കീഴിൽ ഒത്തുകൂടുന്നത് നിങ്ങൾക്ക് അപൂർവമായി കാണാനാകും. അംഗങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയും അവിടെ ഒരു കൊലപാതക കേസ് അവതരിപ്പിക്കാനെത്തിയ ഒരു അന്വേഷകനെ ശ്രദ്ധിക്കുകയും ചെയ്തു. അയാൾ ആശയക്കുഴപ്പത്തിലാണ്. അയാൾക്ക് യാതൊരു തുമ്പും ലഭിക്കാനില്ല. വർഷങ്ങളായി ആ കേസ് എങ്ങും എത്താതെ കിടക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അധിക ഉൾക്കാഴ്ച നൽകാൻ കഴിഞ്ഞേക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. വിഡോക്ക് സൊസൈറ്റിയിലെ അംഗങ്ങൾ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നു. ചില സന്ദർഭങ്ങളിൽ അന്വേഷണത്തിൽ കൂടുതൽ നേരിട്ട് ഇടപെടുന്നതിനായി ഉദ്യോഗസ്ഥന്റെ അധികാര പരിധിയിലേക്ക് അവർ യാത്ര ചെയ്യുക പോലും ചെയ്യുന്നു. വർഷങ്ങളായി തങ്ങളുടെ ഇടപെടലുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചെറുതോ അല്ലെങ്കിൽ ഫണ്ടില്ലാത്തതോ ആയ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള കോൾഡ് കേസുകളിലാണ് സൊസൈറ്റി തങ്ങളുടെ ശ്രമങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത്. 1991 മാർച്ചിലാണ് സൊസൈറ്റി ആദ്യമായി വിജയം രുചിക്കുന്നത്. ആർക്കൻസാസിലെ ലിറ്റിൽ റോക്കിൽ നിന്നുള്ള കൊലപാതകത്തിനിരയായ ഹ്യൂയി കോക്സ് എന്ന വ്യക്തിയുടെ കുടുംബം കുറ്റം ചുമത്തപ്പെട്ട വ്യക്തി നിരപരാധിയാണെന്ന് വിശ്വസിച്ചു. വിഡോക്ക് സൊസൈറ്റി അംഗങ്ങളും അത് അംഗീകരിച്ചു. അവരിൽ 2 പേര് വിചാരണയിൽ വിദഗ്ധ സാക്ഷിമൊഴി നൽകുകയും കേസ് തള്ളിക്കളയുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 30 വർഷങ്ങൾ കടന്നുപോയി. അരിസോണ കനാൽ കൊലപാതകങ്ങൾ, കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത ജോൺ ലിസ്റ്റ് തുടങ്ങിയ കേസുകൾ തെളിയിക്കാൻ വിഡോക്ക് സൊസൈറ്റി സഹായിച്ചു. തങ്ങൾക്ക് പ്രശസ്തിയോ മഹത്വമോ വേണ്ടെന്ന് ഈ സംഘം ഊന്നി പറയുന്നു. പലപ്പോഴും അതൊന്നും ലഭിക്കാറുമില്ല. തങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് ആവശ്യത്തിന് അന്വേഷകർക്ക് യഥാർത്ഥത്തിൽ അറിയില്ല എന്നതിൽ സൊസൈറ്റി ഖേദിക്കുന്നു. കുറച്ചുകൂടി ശ്രദ്ധ ലഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ കേസുകളിൽ പ്രവർത്തിക്കുവാനും യുജീൻ വിഡോക്കിൻ്റെ ഡിറ്റക്റ്റീവ് പാരമ്പര്യം തുടരാനും സാധിക്കൂ.